ഇന്ന് പ്രഭാതത്തിൽ നടന്ന പോർച്ചുഗൽ ക്രൊയേഷ്യ നോക്കൌട്ട് മത്സരം അതൊരു വിജയത്തിന്റെ കഥ മാത്രമല്ല, പകരം ഒരു രാജ്യത്തിന്റെ വികാരത്തിന്റെ കഥ കൂടിയായിരുന്നു. വേൾഡ് കപ്പ് നോക്കൌട്ട് മത്സരങ്ങൾ ഒരിക്കലും വെറും 90 മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പന്ത് തട്ടലിന്റെ കഥയായി കാണരുത്. ചിലപ്പോൾ അതൊരു രാജ്യത്തിന്റെ അഭിമാനവും ഒരു ഇതിഹാസത്തിന്റെ അവസാന സ്വപ്നവും നഷ്ടപ്പെട്ട ഒരു സഹതാരത്തിന്റെ ഓർമ്മയും കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പുമൊക്കെ ചേർന്ന ഒരു വൈകാരിക യാത്രയായി മാറും. അതെ, അതുകൊണ്ട് തന്നെ ഇന്ന് വെളുപ്പിന് കാനഡയിലെ ടൊറോണ്ടോയിൽ ലോകം കണ്ടത് വെറുമൊരു പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം മാത്രമായിരുന്നില്ല. ഒരു വശത്ത് 41 വയസ്സിലും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ, മറുവശത്ത് ക്രൊയേഷ്യൻ ഫുട്ബോളിന്റെ ജീവിക്കുന്ന ഇതിഹാസം ലൂക്ക മോഡ്രിച്ച്. 2 തലമുറകളുടെ പ്രതീകങ്ങൾ, 2 രാജ്യങ്ങളുടെ സ്വപ്നങ്ങൾ. പക്ഷേ ഒടുവിൽ സ്കോർ ബോർഡ് വെളിപ്പെടുത്തിയത് പോർച്ചുഗൽ 2, ക്രൊയേഷ്യ 1. പക്ഷേ ആ സ്കോർ ലൈൻ പറയാത്ത ഒരുപാട് കഥകൾ ഈ മത്സരത്തിനുണ്ടായിരുന്നു. ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗൽ നേടിയ വിജയ ഗോൾ, അതിനുശേഷം കളി അവസാനിക്കുവാൻ, ഫൈനൽ വിസിൽ മുഴങ്ങുവാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ക്രൊയേഷ്യ നേടിയ സമനില ഗോൾ. തീർന്നില്ല. പിന്നീട് വാർ ചെക്കിംഗ്, ഓഫ് സൈഡ്, നിശബ്ദമായ സ്റ്റേഡിയം, പിന്നീട് പൊട്ടിത്തെറിച്ച പോർച്ചുഗീസ് ആഘോഷം. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറെക്കാലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസാനമായിരുന്നു ഈ മത്സരത്തിൽ എല്ലാവരും കണ്ടത്. ഈ മത്സരം എന്തുകൊണ്ട് ഇത്ര വികാരഭരിതമായി മാറി? ഈ വിജയത്തിന്റെ പിൻപിൽ ഫുട്ബോളിനേക്കാൾ വലിയൊരു വികാരം നിലനിന്നിരുന്നു. കൃത്യം 1 വർഷം മുമ്പ് വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ പോർച്ചുഗൽ താരം ഡിയോഗ ജോട്ടയുടെ ഓർമ്മയിൽ നിന്നാണ് പോർച്ചുഗൽ ഇന്നലെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. മത്സരം അവസാനിച്ച ശേഷം റൊണാൾഡോ ജോട്ടയുടെ ജേഴ്സി ഉയർത്തിപ്പിടിച്ച് ആകാശത്തിലേക്ക് നോക്കിയ നിമിഷം ഈ വിജയം 3 പോയിന്റുകളോ അടുത്ത റൗണ്ടിലേക്കുള്ള ടിക്കറ്റോ മാത്രമല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി. അത് നഷ്ടപ്പെട്ട ഒരു സഹതാരത്തിന് സമർപ്പിച്ച വിജയമായിരുന്നു. അതേസമയം ക്രൊയേഷ്യൻ ആരാധകരുടെ മനസ്സിൽ മറ്റൊരു വികാരമുണ്ടായിരുന്നു. ഇതായിരിക്കാം ലൂക്ക മോഡ്രിച്ചിന്റെ അവസാനത്തെ വേൾഡ് കപ്പ് മത്സരം. 2018 ഫൈനലിൽ എത്തിച്ച നായകൻ, 2022 വീണ്ടും രാജ്യത്തെ മെഡൽ നേട്ടത്തിലെത്തിച്ച ജേതാവ്. ഇന്നൊരിക്കൽ കൂടി അത്ഭുതം അദ്ദേഹം സൃഷ്ടിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു കോടിക്കണക്കിന് ക്രൊയേഷ്യൻ ആരാധകർ. റോബർട്ടോ മാർട്ടിനസ് തന്റെ വിശ്വസ്തമായ 4-3-3 ശൈലിയിലാണ് പോർച്ചുഗലിനെ ഇറക്കിയത്. മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, റാഫേൽ ലിയാവോ, പെട്രോ നെറ്റോ. മധ്യനിരയിൽ ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീനിയ, ജോവോ നെവസ്. പ്രതിരോധത്തിൽ ന്യൂനോ മെൻഡസ്, റൂബൻ ഡയസ്, റെനാറ്റോ വെയ്ഗ, ജോവോ കാൻസാലോ. ഗോൾ വലകാക്കുവാൻ ഡിയാഗോ കോസ്റ്റ. മറുവശത്ത് ക്രൊയേഷ്യയും തങ്ങളുടെ പരിചയസമ്പന്നരായ താരങ്ങളെ തന്നെ വിന്യസിച്ചു. മോഡ്രിച്ച്, കോവാച്ചിച്ച്, ഇവാൻ പെരിഷിച്ച്. ഈ പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം കൃത്യമായ പ്രതിരോധവും വേഗമേറിയ കൗണ്ടർ ആക്രമണവുമായിരുന്നു അവരുടെ പദ്ധതി. റഫറി ആദ്യ വിസിൽ മുഴക്കിയ നിമിഷം മുതൽ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു: പോർച്ചുഗൽ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കുവാൻ ശ്രമിക്കും. എന്നാൽ ക്രൊയേഷ്യ ക്ഷമയോടെ കാത്തിരുന്ന് കൗണ്ടർ ആക്രമണങ്ങൾ നടത്തും. സംഭവിച്ചത് അത് തന്നെയായിരുന്നു. ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ പോർച്ചുഗൽ പന്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ബ്രൂണോ ഫെർണാണ്ടസ് ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും കൃത്യമായി പന്ത് പാസ് ചെയ്തുകൊണ്ടായിരുന്നു. വിറ്റീനിയ വളരെ ശാന്തമായി കളിയുടെ വേഗം നിയന്ത്രിച്ചു. ന്യൂനോ മെൻഡസും കാൻസാലോയും തുടർച്ചയായി മുന്നിലേക്ക് കയറി ആക്രമണങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ അവിടെ തന്നെയായിരുന്നു പോർച്ചുഗലിന്റെ ആദ്യ പ്രശ്നം തുടങ്ങിയതും. പന്തുണ്ടായിരുന്നു കയ്യിൽ, പക്ഷേ ക്രൊയേഷ്യയെ സമ്മർദ്ദത്തിലാക്കുവാൻ തക്കവണ്ണമുള്ള ഭീഷണി കുറവായിരുന്നു. ഫുട്ബോളിൽ പന്ത് കൈവശം വെക്കുക മാത്രം മതിയാവുകയില്ല, അത് ഗോൾ അവസരങ്ങളാക്കി മാറ്റുകയും വേണം. ആദ്യ പകുതിയിൽ പോർച്ചുഗൽ അവിടെയാണ് ബുദ്ധിമുട്ടിയത്. റൊണാൾഡോ ഗോൾ അടിക്കുവാൻ വേണ്ടി ബോക്സിനുള്ളിൽ കാത്തു നിൽക്കുകയാണ്. പക്ഷേ കൃത്യമായി അവസാന പാസുകൾ അദ്ദേഹത്തിന്റെ കാലുകളിലേക്ക് എത്തിയില്ല. റാഫേൽ ലിയാവോ തന്റെ വേഗത ഉപയോഗിച്ച് പ്രതിരോധത്തെ വെല്ലുവിളിച്ചെങ്കിലും അവസാനത്തെ കിക്ക് പലപ്പോഴും ശരിയായി വന്നുമില്ല. ബ്രൂണോ ഫെർണാണ്ടസ് ആകട്ടെ അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ പല ഉരുവ് ശ്രമിച്ചുവെങ്കിലും ക്രൊയേഷ്യയുടെ പ്രതിരോധം അതിനെ വളരെ അച്ചടക്കത്തോടെ ചെറുത്തുനിന്നു. പന്ത് പോർച്ചുഗലിനൊപ്പമാണ്. പക്ഷേ അപകടകരമായ അവസരങ്ങൾ വളരെ കുറഞ്ഞുപോയി. ഇതായിരുന്നു ആദ്യ പകുതിയുടെ യഥാർത്ഥ ചിത്രം. ക്രൊയേഷ്യ ഒരിക്കലും അനാവശ്യമായി പ്രസ്സിംഗ് നടത്തിയില്ല. അവർ കാത്തിരുന്നു, പോർച്ചുഗലിന് പിഴയ്ക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി. ലൂക്ക മോഡ്രിച്ചിന്റെ അനുഭവങ്ങൾ ഇവിടെയാണ് വ്യക്തമായി വെളിപ്പെട്ടു വന്നത്. അദ്ദേഹം കളി വേഗം നിയന്ത്രിച്ചു, സഹതാരങ്ങളെ ശാന്തരാക്കി. പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ പ്രതിരോധ രൂപത്തിലേക്ക് അവർ മടങ്ങിപ്പോയി. ഇതാണ് ആദ്യ പകുതിയിൽ പോർച്ചുഗലിനെ നിരാശപ്പെടുത്തി കളഞ്ഞത്. സത്യത്തിൽ റൊണാൾഡോയ്ക്ക് ഒരിടവും കിട്ടിയില്ല. ബ്രൂണോയ്ക്ക് ഫൈനൽ പാസ് നൽകുവാൻ അവസരവും ലഭിച്ചില്ല. പോർച്ചുഗൽ ആക്രമിച്ചുകൊണ്ടേയിരുന്നുവെങ്കിലും ക്രൊയേഷ്യയാണ് കൂടുതൽ അച്ചടക്കമുള്ള ടീമായി എനിക്ക് തോന്നിയത്. എന്നാൽ രണ്ടാം പകുതിയിൽ സംഭവിക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നാടകമായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു അവസാനത്തിലേക്കാണ് ഈ മത്സരം നീങ്ങിയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു: പന്തിന്റെ നിയന്ത്രണം പോർച്ചുഗലിന് തന്നെയായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ നിയന്ത്രണം ആരുടെയും കൈകളിലായിരുന്നില്ല. ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ റോബർട്ടോ മാർട്ടിനസിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്: ഇങ്ങനെ കളിച്ചാൽ ഒരുപക്ഷെ ജയിക്കാം, പക്ഷേ ഈ രീതിയിൽ തുടർന്നാൽ ലോകകപ്പ് നേടുവാൻ കഴിയില്ല. മറുവശത്ത് ക്രൊയേഷ്യൻ പരിശീലകനും തന്റെ താരങ്ങളോട് വ്യക്തമാക്കുവാൻ ശ്രമിച്ചത്
അവർക്ക് പന്ത് കൊടുത്തോളൂ, പക്ഷേ ഇടം കൊടുക്കരുത് എന്നുള്ളത് മാത്രമായിരുന്നു. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ തന്നെ പോർച്ചുഗലിന്റെ ശരീരഭാഷയിൽ ആ മാറ്റം വ്യക്തമായി വെളിപ്പെട്ടു. പന്ത് കൈവശം വെക്കുക എന്നതിൽ നിന്നും വേഗത്തിൽ ആക്രമണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അവർ മാറുവാൻ തുടങ്ങി. ബ്രൂണോ ഫെർണാണ്ടസ് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് കയറി. വിറ്റീനിയ വൺ ടച്ച് പാസുകളിലൂടെ കളിയുടെ വേഗം കൂട്ടി. റാഫേൽ ലിയാവോ ഇടതു വിങ്ങിൽ നിന്നും തുടർച്ചയായി പ്രതിരോധത്തെ വെല്ലുവിളിച്ചു. എന്നാൽ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആധിപത്യം പുലർത്തുമ്പോൾ പോലും ഒരു ചെറിയ പിഴവ് എല്ലാം മാറ്റിമറിച്ചേക്കാം. പോർച്ചുഗൽ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ ക്രൊയേഷ്യ ക്ഷമയോടെ കാത്തിരുന്നു. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: പോർച്ചുഗൽ ഫുൾ ബാക്കുകൾ മുന്നോട്ട് കയറുന്ന നിമിഷം പിന്നിൽ രൂപപ്പെടുന്ന ഇടങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അത് ഫലം കണ്ടു. വേഗത്തിലുള്ള ഒരു കൗണ്ടർ അറ്റാക്ക്, മധ്യനിരയിൽ നിന്നും കൃത്യമായ പാസ്, പോർച്ചുഗൽ പ്രതിരോധ നിരക്ക് പിൻപിലേക്ക് നടത്തിയ ഒരു ഓട്ടം, ഒടുവിൽ ഒരു മികച്ച ഫിനിഷ്. ക്രൊയേഷ്യ മുൻപിലെത്തി. ഒരു നിമിഷം മുമ്പ് വരെ നിലയ്ക്കാതെ പാട്ടുപാടിക്കൊണ്ടേയിരുന്ന പോർച്ചുഗീസ് ആരാധകർ നിശബ്ദരായി. മറുവശത്ത് ക്രൊയേഷ്യൻ ആരാധകർ ആവേശത്തിൽ പൊട്ടിത്തെറിച്ചു. ഇതാണ് ലോകകപ്പ്. ഒരവസരം, ഒരു ഗോൾ, മുഴുവൻ കഥയും മാറി മറിയും. എന്നാൽ ഗോൾ വഴങ്ങിയതിനു ശേഷവും പോർച്ചുഗൽ തളർന്നില്ല. ഇതാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റൂബൻ ഡയസ് പ്രതിരോധത്തിൽ നിന്ന് തന്റെ താരങ്ങളെ മുൻപോട്ട് തള്ളുവാൻ തുടങ്ങി. ബ്രൂണോ കൂടുതൽ ആക്രമണാത്മകമായി. ലിയാവോ കൂടുതൽ റിസ്ക് എടുത്തു. റൊണാൾഡോ ബോക്സിനുള്ളിലെ തന്റെ പൊസിഷൻ മാറ്റി. ഇപ്പോൾ അദ്ദേഹം പന്തിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല. പ്രതിരോധ താരങ്ങളെ കുഴയ്ക്കുവാൻ നിരന്തരം അദ്ദേഹം ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഫലം അധികം വൈകാതെ ലഭിച്ചു. റൊണാൾഡോയുടെ നിമിഷം എത്തുകയാണ്. ബോക്സിനുള്ളിലുണ്ടായ കൂട്ടപ്പൊരിച്ചിലിന്റെയും സമ്മർദ്ദത്തിന്റെയും വേളയിൽ വീണ് കിട്ടിയൊരു ഫൗൾ, അല്ലെങ്കിൽ നേടിയെടുത്തൊരു ഫൗൾ. റഫറി ആദ്യം കളി തുടരുവാൻ അനുവദിച്ചു. എങ്കിലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാർ പരിശോധന ആരംഭിച്ചു. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദം. സ്ക്രീനിൽ റീപ്ലേ. അവസാനം റഫറി പെനാൽറ്റി പോയിന്റിലേക്ക് വിരൽ ചൂണ്ടി. പോർച്ചുഗലിന് പെനാൽറ്റി. ആ നിമിഷം ലോകം മുഴുവൻ ഒരേ ഒരു മനുഷ്യനെ ഉറ്റുനോക്കുകയായിരുന്നു: ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതിനേക്കാൾ വലിയ സമ്മർദ്ദഘട്ടങ്ങളെ വർഷങ്ങളായി അതിജീവിച്ച ആ മനുഷ്യന് ഈ നിമിഷം പുതുമയുള്ളതായിരുന്നില്ല. പന്ത് കൃത്യമായി അദ്ദേഹം വെച്ചു. ആഴത്തിൽ ശ്വാസമെടുത്തു. ഓട്ടം തുടങ്ങി. ഗോൾ കീപ്പർ ഒരു ഭാഗത്തേക്ക് ചാടി. പക്ഷേ പന്ത് കൃത്യം ഗോളിക്ക് നേരെ. സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയാണ്. റൊണാൾഡോ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ആഘോഷിക്കുന്നു. അത് വെറും സമനില ഗോൾ മാത്രമായിരുന്നില്ല. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷകൾ വീണ്ടും ജീവനോടെ തിരിച്ചു വന്ന നിമിഷമായിരുന്നു. പക്ഷേ ഒരൊറ്റ ചോദ്യം അവിടെയും ബാക്കി നിൽക്കുകയാണ്: റൊണാൾഡോ ഗോൾ നേടി, എന്നാൽ അദ്ദേഹം തന്റെ മികച്ച പ്രകടനമായിരുന്നോ ഈ കളിയിൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. അല്ല, ഇന്ന് അദ്ദേഹം പഴയ റൊണാൾഡോയെ പോലെ 5 പേരെ ട്രിബിൾ ചെയ്ത് ഗോൾ നേടുന്ന താരമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഇന്നും ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ ടീമിന് വേണ്ടത് നൽകുന്ന താരമാണ്. അതാണ് മഹത്തായ താരങ്ങളുടെ പ്രത്യേകത. അവർ 90 മിനിറ്റ് മികച്ചവരാകണമെന്നില്ല. പക്ഷെ ഒരു നിമിഷം മതിയാവും മത്സരത്തിന്റെ കഥ മാറ്റി എഴുതുവാൻ. പോർച്ചുഗൽ വീണ്ടും ആക്രമണത്തിലേക്ക്. സമനിലയ്ക്ക് ശേഷവും പോർച്ചുഗൽ പിന്മാറിയില്ല. അവർക്ക് വിജയമായിരുന്നു വേണ്ടിയിരുന്നത്. മാർട്ടിനസ് നടത്തിയ മാറ്റങ്ങൾ മത്സരത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. പുതിയ താരങ്ങൾ കളത്തിലെത്തിയതോടെ മുന്നേറ്റത്തിന് പുതിയ ഊർജവും ലഭിച്ചു. ക്രൊയേഷ്യൻ പ്രതിരോധം പതിയെ പതിയെ ക്ഷീണിക്കുവാൻ തുടങ്ങി. പക്ഷേ മോഡ്രിച്ച്, അദ്ദേഹം അപ്പോഴും പോരാട്ടത്തിൽ തന്നെയായിരുന്നു. മധ്യനിരയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച പിന്തുണ മെല്ലെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ മിനിറ്റ് പിന്നിടുമ്പോഴും പോർച്ചുഗലിന് സമ്മർദ്ദവും വർദ്ധിച്ചു. സ്റ്റേഡിയത്തിലെ ഓരോ ആരാധകരും അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഒടുവിലെ മത്സരം ഇതുവരെ കണ്ടതിലും ഏറ്റവും വലിയ നാടകീയതയിലേക്ക് നീങ്ങുകയാണ്. കാരണം അവസാന 10 മിനിറ്റിൽ സംഭവിച്ചത് ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ അവസാനങ്ങളിലൊന്നായി മാറുവാനിരിക്കുകയായിരുന്നു. വിജയഗോൾ, ഇഞ്ചുറി ടൈം, ക്രൊയേഷ്യയുടെ അവസാന ശ്രമം, ആഘോഷം, പിന്നെ വാർ. അതിനുശേഷം കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം ഒരേ സമയം നിശ്ചലമാക്കിയ ആ നിമിഷം. ഏകദേശം 80-ാം മിനിറ്റോടെ റോബർട്ടോ മാർട്ടിനസ് ഒരു വലിയ തീരുമാനമെടുത്തു: റൊണാൾഡോയെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകരുടെ മുഖത്ത് ഒരു ചെറിയ അത്ഭുതം ആ സമയത്ത് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മത്സരങ്ങളിൽ ടീമിനെ രക്ഷിച്ച താരത്തെ ഇത്രയും നിർണായകമായ സമയത്ത് പുറത്തേക്ക് വലിക്കണമായിരുന്നോ എന്നുള്ളതായിരുന്നു. പക്ഷേ പരിശീലകൻ മറ്റൊരു കാര്യം കണ്ടു: റൊണാൾഡോ തന്റെ ജോലി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി വേഗതയും പുതിയ ഊർജവും വേണം. അതിനാലാണ് ഗോൺസാലോ റാമോസിനെ കളത്തിലേക്ക് ഇറക്കിയത്. ആ തീരുമാനം പിന്നീട് മത്സരത്തിന്റെ വിധി തന്നെ മാറ്റുമെന്ന് അപ്പോൾ ആരും കരുതിയിരുന്നതേയില്ല. റാഫേൽ ലിയാവോ ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇടതുവിങ്ങിലൂടെ അദ്ദേഹം നിരന്തരം മുന്നേറി. ബ്രൂണോ ഫെർണാണ്ടസ് മധ്യനിരയിൽ നിന്ന് പന്ത് വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു. വിറ്റീനിയ കളിയുടെ വേഗം നിലനിർത്തി. ക്രൊയേഷ്യയുടെ പ്രതിരോധം ഓരോ ആക്രമണത്തെയും തടയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പതുക്കെ പതുക്കെ പിൻപിലേക്ക് വലിയുവാൻ തുടങ്ങി. മോഡ്രിച്ച് താരങ്ങളെ മുൻപോട്ട് തള്ളുവാൻ ശ്രമിച്ചെങ്കിലും ക്ഷീണം ഇപ്പോൾ വളരെ വ്യക്തമായി പ്രകടമായിരുന്നു. ഓരോ ക്ലിയറൻസും വീണ്ടും പോർച്ചുഗലിന്റെ ആക്രമണമായി തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. സ്റ്റേഡിയത്തിലിരുന്ന ആരാധകർക്ക് ഒരു കാര്യം മനസ്സിലായി: ഈ മത്സരം അധിക സമയത്തേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറ്റിമറിയപ്പെടുവാനും സാധ്യതയുണ്ട്. ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റ്.
റാഫേൽ ലിയാവോ ഇടതുവിങ്ങിലൂടെ മുന്നേറുകയാണ്. അദ്ദേഹം ഉയർത്തി നൽകിയ ക്രോസ് ബോക്സിലേക്ക് കൃത്യമായി വളഞ്ഞെത്തി. അവിടെ ഗോൺസാലോ റാമോസ് രണ്ട് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ഉയർന്നു ചാടി അതിശക്തമായൊരു ഹെഡറിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ആ നിമിഷം വരെയും കളി കണ്ടുകൊണ്ട് നിന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ പൊട്ടിത്തെറിച്ച നിമിഷമായിരുന്നു. പോർച്ചുഗീസ് ബെഞ്ച് മുഴുവനും എഴുന്നേറ്റ് ഒറ്റ നിമിഷം കൊണ്ട് മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് ഓടിയെത്തുന്ന അപൂർവമായ കാഴ്ച. റോബർട്ടോ മാർട്ടിനസ് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. റാഫേൽ ലിയാവോ സന്തോഷത്താൽ റാമോസിനെ കെട്ടിപ്പിടിച്ചു. ഇതൊരു വെറും ഗോൾ മാത്രമായിരുന്നില്ല, ഒരു പരിശീലകന്റെ ധീരമായ തീരുമാനം ശരിയായിരുന്നുവെന്ന് തെളിയിച്ച അപൂർവ നിമിഷം കൂടിയായിരുന്നു. റൊണാൾഡോയെ മാറ്റിയിറക്കിയ റാമോസ് മത്സരത്തിന്റെ ഹീറോയായി മാറി. പക്ഷെ കഥ അവിടെ തീർന്നില്ല. ഫുട്ബോൾ ദൈവത്തിന് ഇനിയും ഒരു ട്വിസ്റ്റ് ബാക്കി വെക്കുവാനുണ്ടായിരുന്നു. ക്രൊയേഷ്യ തോൽവി സമ്മതിക്കുന്നില്ല. അവസാന ആക്രമണത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ഇരമ്പിക്കയറുകയാണ് മുൻപിലേക്ക്. ഗോൾ കീപ്പർ ഒഴികെ എല്ലാവരും പോർച്ചുഗൽ ബോക്സിന് സമീപം. ഒരു നീണ്ട പന്ത്, ബോക്സിനുള്ളിൽ കൂട്ടപ്പൊരിച്ചിൽ, പന്ത് വീണ്ടും മുൻപിലേക്ക്. ഒടുവിലായി ക്രൊയേഷ്യയുടെ അവസാനത്തെ ഷോട്ട്. അത് ലക്ഷ്യം കണ്ടു. പോർച്ചുഗലിന്റെ വല കുലുങ്ങി. ക്രൊയേഷ്യൻ താരങ്ങൾ ആഘോഷം തുടങ്ങി. ബെഞ്ചിലുള്ള സഹതാരങ്ങൾ മൈതാനത്തേക്ക് ഓടിയിറങ്ങി. മോഡ്രിച്ചിന്റെ മുഖത്ത് പ്രതീക്ഷ. സ്കോർ 2-2 എന്ന് എല്ലാവരും കരുതി. പക്ഷേ റഫറി ഉടൻ കളി നിർത്തിയില്ല. അദ്ദേഹം ചെവിയിലെ ഹെഡ്സെറ്റിലൂടെ വാർ റൂമുമായി സംസാരിച്ചു. സ്റ്റേഡിയം നിശബ്ദമായി. വീഡിയോ പരിശോധിച്ചു. ചെറിയൊരു സ്പർശം, ഒരു ഓഫ്സൈഡ് പൊസിഷൻ. അതാണ് എല്ലാം മാറ്റിമറിച്ചത്. അവസാനത്തെ ബിൽഡപ്പിൽ പന്തൊരു ക്രൊയേഷ്യൻ താരത്തിന്റെ തലയിൽ ചെറുതായി ഒന്ന് ഉരഞ്ഞു പോയതിനാൽ തുടർന്ന് പന്ത് ലഭിച്ച സഹതാരം ഓഫ്സൈഡ് നിലയിലാണ് എന്ന് വാർ കണ്ടെത്തി. തീരുമാനം ഗോൾ അസാധു, ഓഫ്സൈഡ്. അടുത്ത നിമിഷം പോർച്ചുഗൽ ആരാധകർ ആഘോഷത്തിൽ മുങ്ങി. ക്രൊയേഷ്യൻ താരങ്ങൾ വിശ്വസിക്കാനാവാതെ റഫറിയെ വളഞ്ഞു നിൽക്കുകയാണ്. ക്രൊയേഷ്യൻ പരിശീലകൻ സ്ലാറ്റ്കോ ഡാലിച്ച് പോലും തീരുമാനത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. എന്നാൽ പോർച്ചുഗീസ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് വാർ ശരിയായ തീരുമാനമാണ് എന്ന് വ്യക്തമാക്കി. അവിടെ പൊലിഞ്ഞു വീഴുകയായിരുന്നു ക്രൊയേഷ്യൻ സ്വപ്നങ്ങളും ലൂക്ക മോഡ്രിച്ചിന്റെ പടയോട്ടവും. ഈ നാടകീയമായ അവസാനത്തിൽ പലരും ഗോൾ നേടിയവരെ മാത്രമാണ് ഓർക്കുക. പക്ഷേ ഡിയാഗോ കോസ്റ്റയെ പോർച്ചുഗൽ മറക്കുവാൻ പാടില്ല. മത്സരത്തിലുടനീളം അദ്ദേഹം നിർണായകമായ സേവുകൾ നടത്തി പോർച്ചുഗലിനെ മത്സരത്തിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു. ആ സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ റൊണാൾഡോയുടെ പെനാൽറ്റിക്കും റാമോസിന്റെ ഹെഡറിനും ഒരു വിലയും ഉണ്ടാകുമായിരുന്നില്ല. ചിലപ്പോൾ ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും വലിയ സംഭാവന സ്കോർ ഷീറ്റിൽ കാണാനാവില്ല. പക്ഷെ വിജയത്തിന്റെ അടിത്തറ അതുമാത്രമായിരിക്കും. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ലോകം കണ്ടത് 2 ചിത്രങ്ങളാണ്. ഒരു വശത്ത് റൊണാൾഡോ ഡിയാഗോ ജോട്ടയുടെ നമ്പർ 21 ജേഴ്സി ഉയർത്തിപ്പിടിച്ച് ആകാശത്തിലേക്ക് നോക്കുന്നു. മറുവശത്ത് ലൂക്ക മോഡ്രിച്ച് ശാന്തമായി മൈതാനം വിട്ട് പുറത്തേക്ക് പോകുന്നു. ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ തുടക്കം, മറ്റൊരു രാജ്യത്തിന് ഒരു സുവർണ യുഗത്തിന്റെ അവസാനത്തെ അധ്യായം. ഇതാണ് ഫുട്ബോൾ. അതുകൊണ്ടാണ് ലോകകപ്പ് മറ്റെല്ലാ ടൂർണമെന്റുകളിൽ നിന്നും വ്യത്യസ്തവുമാകുന്നത്.